സദാസമയം തോക്കും പിടിച്ചു നിൽക്കുന്ന ജിമ്മന്മാരുടെ ഇടയിൽ നിന്നും കേരള പോലീസ് സിമ്പിളായി തൂക്കിയ 7 പേരാണിത്. മസിലളിയന്മാർ ഒന്ന് മസിൽ പിടിക്കാൻ നോക്കി, പക്ഷെ കേരള പോലീസ് കട്ടായം പറഞ്ഞു, അഭ്യാസം കാണിച്ചാൽ പ്രതികളുടെ എണ്ണം 7 അല്ല, ചിലപ്പോൾ 14 ആകുമെന്ന്. അതോടുകൂടി അളിയന്മാർ ഒതുങ്ങി. സംഭവം എന്താണെന്ന് വെച്ചാൽ, കഞ്ചിക്കോട് സ്വദേശിയായ ഒരു വ്യവസായിക്ക് തൻ്റെ ബിസിനസ് വിപുലീകരണത്തിനായി കുറച്ച് പണം ആവശ്യമുണ്ടായിരുന്നു. 100 കോടി രൂപ ലോൺ ശരിയാക്കി നൽകാമെന്ന് പറഞ്ഞ ചെന്നൈയിലെ ഒരു കമ്പനി സമീപിക്കുകയായിരുന്നു. 100 കോടിയുടെ ചെക്കും കാണിച്ചു. തങ്ങളുടെ പ്രോസസ്സിംഗ് ചാർജായ 4 കോടി രൂപ ആദ്യമേ വാങ്ങി. പിന്നെ ചെക്കുമില്ല, രേഖയുമില്ല. ഒടുവിൽ വ്യവസായി പോലീസിൽ പരാതിപ്പെട്ടു. ക്രൈംബ്രാഞ്ച് DYSP രാജ്മോഹന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് ചെന്നൈയിലെത്തി തട്ടിപ്പ് സംഘത്തെ തൂക്കിയത്. കഞ്ചിക്കോട് വ്യവസായിക്ക് എങ്ങനെ ചെന്നൈയുമായി ബന്ധമുണ്ടായി എന്ന് ചോദിച്ചാൽ, തട്ടിപ്പിന് മലയാളിയില്ലാത്ത പരിപാടിയില്ലല്ലോ. ഇതാണ് ആ മഹാൻ. പാലക്കാട് അകത്തേത്തറ ഇത്തിങ്ങപ്പറമ്പ് സ്വദേശി നിഖിൽ മൂപ്പരായിരുന്നു പാലം. നേരത്തെ ഇത് തന്നെ പണി നിഖിലിനെ. 8 മാസം ചെന്നൈയിലെ ജയിലിലായിരുന്നു. മുതലാളിയും തൊഴിലാളിയും അകത്തായതോടെ പാവം ജിമ്മന്മാരുടെ കാര്യം ഇനി എന്താകുമോ എന്തോ.